ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ അരിപ്പൊടി കൊണ്ടുള്ള പത്തിരി ഉണ്ടാക്കാൻ പോണു. നൈസ് പത്തിരി അല്ല, കൈപ്പത്തിരി. കൈ കൊണ്ട് പരത്തി കല്ലിലിട്ട് ചുട്ടെടുക്കാം. കല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. പത്തിരി ചട്ടി തന്നെയുണ്ട്, അത് വാങ്ങിക്കാൻ കിട്ടും. പത്തിരി കല്ലിലാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ താമസ സൗകര്യത്തിനനുസരിച്ച് ചട്ടിയൊക്കെ മാറി കല്ലിലേക്കോ സ്റ്റീൽ പാത്രത്തിലേക്കും കുക്കറിലേക്കൊക്കെ മാറിയല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. ഇപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല തിളക്കണം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഒരല്പം സമയം കഴിയുമ്പോൾ ആവിയൊന്ന് പോയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്ത് മയപ്പെടുത്തി എടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇത്തിരി എണ്ണ ഇട്ടിട്ട് നന്നായിട്ട് അതിനെ കുഴച്ച് ഉരുളകളാക്കി മാറ്റിയെടുക്കുക. ഉരുളകളാക്കി എടുത്തതിനെ നമുക്ക് വാഴയിലയിൽ പരത്താം. വാഴയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ പാക്കറ്റിട്ട് കവറിൻ്റെ മേലെ വെച്ചിട്ടാണ് പരത്തുന്നത്. വാഴയിലേക്കാളും നല്ല സ്മൂത്തായിട്ട് പരത്താൻ പറ്റുന്നുണ്ട്. അത്ര മതിയല്ലോ. അതിനെ നന്നായിട്ട് പരത്തിയ ശേഷം നമുക്കതിനെ കല്ലിലോട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. നല്ല എരിവുള്ള കറിയാണ് വേണ്ടത്. നല്ല എരിവിട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തുള്ള കടലക്കറി, സോയ ചങ്ക്സ് കൊണ്ടുള്ള കറി, അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, ഉള്ളി തക്കാളി നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പം അത് മാത്രം മതി. മുട്ടക്കറി ഉപയോഗിക്കാം. മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോന്നായിട്ട് പരത്തി ഞാൻ കല്ലിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുകയാണ്. നൈസ് പത്തിരി ആകുമ്പോൾ ഇതേപോലെ കൈകൊണ്ട് പരത്തണ്ട, പ്രസ്സിങ് ഉണ്ട്. അതിലേക്ക് ഉരുള വെച്ച് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ നൈസായിട്ട് കിട്ടും. അത് ഇന്നത്തെ കാലം. പണ്ടത്തെ കാലം ഇതേപോലെ തന്നെ പേപ്പറിനകത്ത് വെച്ച് കുഴൽ കൊണ്ടായിരുന്നു പരത്തിയത്. കുഴൽ എന്ന് പറയുന്നത് ചപ്പാത്തി പരത്തുന്ന ചപ്പാത്തി വടിയാവാം, അല്ലെങ്കിൽ ഒരു PVC പൈപ്പിൻ്റെ കഷ്ണമൊക്കെയാണ് പണ്ടുള്ളവർ മുറിച്ച് വയ്ക്കുന്നത്. വല്ല പൈപ്പിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിൽ എടുത്ത് കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതുകൊണ്ട് ഇലയിൽ വെച്ച് ഇങ്ങനെ പരത്തും. എങ്ങനെ പരത്തിയാലും പരന്നാൽ മതിയല്ലോ. ഇപ്പം നമ്മൾ കൈ കൊണ്ടും പരത്തും. എനിക്ക് പത്തിരിച്ചട്ടി ഗ്യാസിൻ്റെ മുകളിൽ വെച്ചാൽ പെട്ടെന്ന് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ അടിവശം എല്ലാം വിള്ളൽ വന്നിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദോശക്കല്ലിലാണ് വെക്കുന്നത്. നോൺ സ്റ്റിക്കൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ളത് പണ്ടത്തെ പോലെ തന്നെയുള്ള ചപ്പാത്തിയുടെ കല്ല്, ദോശക്കല്ല് എന്നും പറഞ്ഞിട്ട് വാങ്ങിക്കുന്ന ഇരുമ്പിൻ്റെ കല്ലാണ്. ഇതിൽ വെച്ചാണ് ഞാൻ പരത്തിയെടുത്ത് ചുട്ട് എടുക്കുന്നത്. പക്ഷേ നല്ല ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ പണ്ടത്തെ മൺചട്ടിയിൽ ചുട്ടതിൻ്റെ അതേ രുചിയും രൂപവും ഭാവവും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. നോൺ സ്റ്റിക്കിൽ ഇത്രയും നന്നായിട്ട് കിട്ടില്ല. അങ്ങനെ നമുക്ക് ചപ്പാത്തി കഴിക്കുന്നത് പോലെ തന്നെ കപ്പയും മുട്ടക്കറിയും കൂട്ടി പത്തിരി കഴിക്കാം.